വീണ്ടും ആത്മീയതയെ ഇന്ന് ക്ലാസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പല ക്ലാസ്സുകളായിട്ട് ഹൈ ക്ലാസ് ആത്മീയതയുണ്ട്, ലോ ക്ലാസ് ആത്മീയതയുണ്ട്. സാധാരണ ആളുകളൊക്കെ പോയി പങ്കെടുക്കുന്ന കൂട്ടായ്മകളിൽ പല ഹൈ ക്ലാസ് പൊസിഷനിൽ ജീവിക്കുന്ന ആളുകളും പോവുകയില്ല. നല്ല സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നല്ല സൗണ്ട് സിസ്റ്റം എല്ലാം വെച്ച് അങ്ങനെ വലിയ രീതിയിൽ ബിഗ് പ്രോജക്റ്റിൽ നടത്തുന്ന വലിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ഹൈ ക്ലാസ് പ്രയർ ഗ്രൂപ്പുകളിലേക്ക് മാത്രമാണ് ഇന്ന് പല വ്യക്തികളും ആകർഷിക്കപ്പെടുന്നത്. സാധാരണയായി പാവപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന കൂട്ടായ്മകളിൽ ഈ ഹൈ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ പോവുകയില്ല. അവിടെ ആത്മീയതയെ പോലും പല ക്ലാസ്സായി പല തട്ടായി തിരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് ആത്മീയതയെങ്കിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തെങ്കിലും നമ്മൾ പല ക്ലാസ്സായി തിരിക്കാതെ തീർച്ചയായിട്ടും എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ഈ വചനബോധ്യത്തിലൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. വീണ്ടും ആത്മീയതയിൽ കാണുന്ന മറ്റൊരു അപകടത്തെക്കുറിച്ച് പങ്കുവെക്കട്ടെ. അത് വേറൊന്നുമല്ല, വിധേയത്വമില്ലാത്ത ശുശ്രൂഷകൾ എന്നുള്ളതാണ്. അധികാരത്തോട് വിധേയത്വമില്ലാതെ, അധികാരികളോട് വിധേയത്വമില്ലാതെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകൾ. ഈ ധ്യാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ശുശ്രൂഷകൾ പൂർണ്ണമായും ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന മെത്രാപ്പൊലീത്തായ അഭിയുന്ന ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമനസിന്റെ കീഴിലാണ്. ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലും അഭിയുന്ന പിതാവ് വന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ആഴ്ചയിൽ നടക്കുന്ന ധ്യാനത്തിൽ ഒരു ദിവസമെങ്കിലും അഭിമന്യ പിതാവ് വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ജനത്തോട് വചനം പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്രകാരം അഭിമന്യ തിരുമനസ്സുകൊണ്ട് നേതൃത്വം നൽകുന്ന ആ രീതിയിൽ അഭിമന്യ തിരുമേനി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള രീതിയിൽ മാത്രമാണ് ഈ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ധ്യാനം കൂടുന്ന വ്യക്തികൾക്ക് ഞങ്ങൾ കൊടുത്തു വിടാറുള്ള ഒരു നിർദ്ദേശമുണ്ട്. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഇടവകയിൽ ചെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇടവക വൈദികൻ അനുസരിച്ച് നിൽക്കണം. നിങ്ങളുടെ ഇടവക വൈദികൻ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അദ്ദേഹം ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അദ്ദേഹം വേണമെന്ന് പറഞ്ഞാൽ വേണം. അങ്ങനെ അനുസരണയിലും വിധേയത്വത്തിലും സഭയോടുള്ള വിധേയത്വത്തിലും മുന്നോട്ട് പോകണമെന്നുള്ള ശക്തമായ നിർദ്ദേശം ഞങ്ങൾ കൊടുക്കാറുണ്ട് സഹോദരങ്ങളെ. അങ്ങനെ ഇല്ലാത്ത ശുശ്രൂഷകൾ, വ്യക്തിപരമായ ഭവനങ്ങളിൽ വളർന്നു വരുന്ന ശുശ്രൂഷകൾ, ഇടവകയുടെ ഒന്നും അനുവാദമില്ലാതെ വളരുന്ന ശുശ്രൂഷകൾ ഒരിക്കലും പ്രോത്സാഹിക്കപ്പെടാൻ സാധിക്കില്ല. ഒരുപക്ഷെ അത് തുടങ്ങുന്നത് നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിൽ പോലും അതിന് യഥാർത്ഥത്തിൽ നിലനിൽപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആത്മീയ ശുശ്രൂഷകളെ നമ്മൾ മനസ്സിലാക്കണം. വിധേയത്വമുള്ള ശുശ്രൂഷയിലാണോ ഞാൻ പങ്കെടുക്കുന്നത്? ഞാനൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ആ കൂട്ടായ്മയുടെ നേതൃത്വം ആരാണെന്ന് കാണാനും മനസ്സിലാക്കാനും എനിക്ക് സാധിക്കണം. ആ കൂട്ടായ്മയെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതൊരു അധികാരിയെ അനുസരിച്ച് നിൽക്കുന്ന കൂട്ടായ്മയാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഇങ്ങനെ അതനുസരിച്ച് മാത്രമുള്ള കൂട്ടായ്മ ജീവിതത്തിൽ മാത്രമേ നമ്മൾ മുൻപോട്ട് പോകാവൂ എന്നുള്ള കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ആത്മീയ മേഖലയിൽ കടന്നു വന്നിട്ടുള്ള മറ്റൊരു അപകടത്തെക്കുറിച്ച് പറയട്ടെ. വേറെയൊന്നുമല്ല, ക്രിസ്തുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ക്രിസ്തു നൽകുന്ന സൗഖ്യത്തിലേക്കും ക്രിസ്തു നൽകുന്ന വിടുതലിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ശാപങ്ങളിലേക്കും രോഗസൗഖ്യത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ശുശ്രൂഷകൾ. നീ ഒരു ശാപത്തിൻ്റെ അടിമയാണ്, നീ ഒരു ബന്ധനത്തിൻ്റെ അടിമയാണ്, നിന്റെ പൂർവ്വതലമുറകളിലൂടെ നിനക്ക് കടന്നു വന്നിട്ടുള്ള ശാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ അടിമയാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട്, അവനൊരു പാപിയാണ്, അവനൊരു ശാപത്തിന് അടിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ വാ, ഞങ്ങളായിരിക്കുന്ന ശുശ്രൂഷയിൽ ഈ ശാപത്തിൽ നിന്ന് മോചനം നേടാനുള്ള ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞ് അനേകരെ ആകർഷിച്ചുകൊണ്ട് ശാപമോക്ഷ ശുശ്രൂഷകൾ നടത്തുന്ന ഒരു കാലഘട്ടം. ശാപമോക്ഷത്തിൻ്റെ ശുശ്രൂഷയും ബന്ധന വിമുക്തിയുടെ ഒരു ശുശ്രൂഷയും സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവസ്നേഹാനുഭവത്തിൻ്റെ ശുശ്രൂഷകളാണ് വളർന്നു വരേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം നമ്മൾ നിറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ നിന്ന് ശാപങ്ങൾ മാറിപ്പോകും, നമ്മളിൽ നിന്ന് ബന്ധനങ്ങൾ മാറിപ്പോകും. ഇതൊന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ബന്ധനങ്ങൾ ഉണ്ടാകാം, ശാപങ്ങളും ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതിലേക്കല്ല നമ്മൾ നയിക്കേണ്ടത്. മറിച്ച് എന്താണ്? എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറയുക എന്നുള്ളതിനാണ് പ്രധാനം. എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശാപങ്ങളോ എത്ര ദോഷങ്ങളോ എത്ര ബന്ധനങ്ങളോ എൻ്റെ ചുറ്റുമുണ്ടെങ്കിലും അതൊന്നും എന്നെ ഏൽക്കുകയില്ല. യാക്കോബിനൊരു ക്ഷുദ്രവും ഏൽക്കുകയില്ല എന്ന് വചനത്തിൽ പറയുന്നത് ഇവിടെ ശ്രദ്ധേയമാണ് സഹോദരങ്ങളെ. എൻ്റെ ഭവനത്തിലിരിക്കുന്ന വസ്തുക്കൾക്കല്ല പ്രശ്നം. ചില ആളുകൾ, ചില പ്രാർത്ഥനാ കൂട്ടായ്മപ്പെട്ട ആളുകൾ വന്നിട്ട് ചോദിക്കും, നിന്റെ വീട്ടിൽ ഇന്ന സാധനം ഇരിപ്പില്ലേ, ആ സാധനം നിന്റെ വീട്ടിൽ നിന്ന് മാറ്റിയാൽ നിന്റെ പ്രശ്നം തീരും. അപ്പോൾ സത്യത്തിൽ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അത് സംസാരിക്കുന്ന വ്യക്തി സത്യത്തിൽ എന്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ആ വസ്തുവിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. തിരിച്ചറിയുക, വസ്തുക്കളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ ഉള്ളിൽ കർത്താവുണ്ട് എങ്കിൽ എൻ്റെ അടുത്ത് പിശാച് വന്നു നിന്നാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല.
എൻ്റെ ഉള്ളിൽ ക്രിസ്തുവാണുള്ളതെങ്കിൽ എൻ്റെ അടുത്ത് എന്ത് ബന്ധനത്തിൻ്റെ സാഹചര്യമുണ്ടെങ്കിലും എന്നെ തൊടാൻ പോലും കഴിയുകയില്ല. കാരണം എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്, മരണത്തെ ജയിച്ചവനാണ്, പിശാചിനെ ജയിച്ചവനാണ്. ഈ ബോധ്യമാണ് നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്ത് വസ്തുവായിരുന്നാൽ തന്നെയും എൻ്റെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, മറ്റൊരു ശക്തിക്കും എന്നെ ആക്രമിക്കാൻ കഴിയുകയില്ല. ആകയാൽ പ്രധാനമെന്ന് പറയുന്നത് ശാപത്തിൻ്റെ മോചനമോ ബന്ധനത്തിൻ്റെ വിടുതലോ എന്നുള്ളതല്ല. അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുക. ദൈവ സ്നേഹാനുഭവത്തിൽ നിറയാൻ ആദ്യം പ്രാർത്ഥിക്കുക, അതാണ് പ്രധാനം. ദൈവസ്നേഹാനുഭവത്തിൻ്റെ ശുശ്രൂഷകൾക്കായി ദാഹിക്കുക, ദൈവസ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലുള്ള അശുദ്ധികൾ മാറിപ്പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും. വചന ശുശ്രൂഷയുടെ മേഖലകളിൽ പലപ്പോഴും പ്രസംഗിച്ചു കൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും എതിരായി ഇന്ന് സമൂഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അത് നമുക്കിന്ന് കാണുവാൻ സാധിക്കും. പണ്ട് കാലത്തൊക്കെ പലരും പ്രസംഗിച്ചിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ആരെങ്കിലും വരുത്തിയാൽ ആ നഷ്ടപ്പെടുത്തിയ വ്യക്തികളിലേക്ക് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു 50,000 രൂപ ആരെങ്കിലും തരാനുണ്ട്, ആ വ്യക്തിയോട് എത്ര ചോദിച്ചിട്ടും തരുന്നില്ല. അപ്പോൾ നിങ്ങൾ പിന്നീട് ആ വ്യക്തിയിൽ നിന്ന് അത് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ആ 50,000 രൂപയുടെ പ്രശ്നം നിങ്ങൾ ക്രിസ്തുവിന് സമർപ്പിക്കുക. കർത്താവ് അത് ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് തന്ന് നികത്തിക്കൊള്ളും. നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് 100 മടങ്ങായി തിരിച്ചു തരാം എന്നൊക്കെ പറയുന്ന വചനങ്ങൾ എടുത്തുയർത്തിക്കൊണ്ട് ഇങ്ങനെ ശക്തമായി പ്രഘോഷിച്ചിരുന്ന പല വ്യക്തികളും ഇന്ന് കോടിക്കണക്കിന് നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ട് കോടതികളിലും ഗവൺമെന്റിലും നീങ്ങുന്നത് കാണുമ്പോൾ പലപ്പോഴും ഉള്ളം വേദനിക്കുകയാണ്. സഹോദരങ്ങളെ, തിരിച്ചറിയണം, ഈ ആത്മീയതയുടെ വികലതകൾ ഇന്ന് തിരിച്ചറിയണം. ആത്മീയ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന അപകടങ്ങളെ ഇന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ക്ഷണിക്കുകയാണ്. കേരളത്തിൽ ഇത്രയേറെ ആത്മീയ മേഖലയിൽ ഒരു തകർച്ച സംഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നടമാടുന്ന ഈ പകർച്ചവ്യാധികളും പ്രശ്നങ്ങളും എല്ലാം പൂർണ്ണമായും ആത്മീയതയുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിയാം. മറ്റൊരു വിഷയം കൂടെ ഇതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടതുണ്ട്. സഭ തന്നെ പലപ്പോഴും സഭയുടെ ദൗത്യം മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കുരിശിനെ ആയുധമായി സ്വീകരിച്ചുകൊണ്ട് കുരിശിന്റെ പിന്നാലെ അണിനിരന്നുകൊണ്ട് അനേക യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ളവരാണെന്ന് നമുക്കറിയാം. പഴയ നിയമകാലം വായിക്കുമ്പോൾ അതൊക്കെ കാണാൻ സാധിക്കും. രാജാക്കന്മാരും പുരോഹിതന്മാരുമെല്ലാം കുരിശിനെ വിജയചിഹ്നമായി വെച്ച് കുരിശിന്റെ പിന്നാലെ അണിനിരന്ന് അനേക യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ളവരാണ്, പിശാചിനെ തോൽപ്പിച്ചിട്ടുള്ളവരാണ് സഹോദരങ്ങളെ. എന്നാൽ ഇന്ന് കുരിശിന്റെ പിന്നാലെ ആണോ നമ്മൾ അണിനിരക്കുന്നത്? പലപ്പോഴും ഇന്ന് സഭയും സമൂഹവും അണിനിരക്കാനുള്ള ആഹ്വാനങ്ങൾ കൊടുക്കുന്നതും വടിക്കും കുറുവടിക്കും വെട്ടുകത്തിക്കും പിന്നാലെയാണ്. സഹോദരങ്ങളെ, സഭയും തൻ്റെ ദൗത്യം മറന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത് തിരിച്ചറിയുക. ഇത്രയേറെ ക്രിസ്തീയതയിൽ ആത്മീയതയിൽ പരാജയം സംഭവിച്ചിട്ടുള്ള, തകർച്ച സംഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാലത്തിൻ്റെ അടയാളം ഇപ്പോഴത്തെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കുള്ളതാണ്, ഇന്നത്തെ സഭയ്ക്കുള്ളതാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സഭകൾ മാനസാന്തരപ്പെടുവാനും ആത്മീയ കൂട്ടായ്മകളിൽ മാറ്റം സംഭവിക്കുവാനും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കല്ല, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എന്ന രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാനും അനുസരണയിലും വിധേയത്വത്തിലും നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനും എൻ്റെ ആത്മീയ ജീവിതത്തെ പാകപ്പെടുത്തുവാൻ സാധിക്കണം. അങ്ങനെയുള്ള കൂട്ടായ്മകളുമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോസ്തോലിക സഭയിൽ നിന്നുകൊണ്ട് തന്നെ, ആയിരിക്കുന്ന സഭയിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവ് നിനക്ക് തരുന്ന ദൗത്യത്തെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാലം നൽകുന്ന ഈ അടയാളത്തിലൂടെ നിങ്ങൾക്ക് ബോധ്യം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥ, കാലം നൽകുന്ന അടയാളങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇത് ഞങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ള അടയാളമാണ് എന്ന് തിരിച്ചറിയുന്നു. കേരളത്തിലെ ആത്മീയ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുള്ള തകർച്ചയും പ്രശ്നങ്ങളുമെല്ലാം അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. നീ വിഭാവന ചെയ്ത ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ, അതിൻ്റെ വളർച്ചയിൽ പങ്കാളികളായി തീരുവാൻ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആരെയും ഉയർത്താനല്ല, ഞങ്ങളുടെ മുഖമോ ഞങ്ങളുടെ ശരീരമോ മറ്റുള്ളവരെ കാണിക്കാനല്ല, ഞങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളും കാണിക്കാനല്ല, മറിച്ച് എളിമയോടെ നിന്നുകൊണ്ട് നിന്റെ മറവിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് നിന്നെ മാത്രം ഉയർത്തി കാണിക്കുന്ന ശുശ്രൂഷ ശൈലിയിലേക്ക് ഇന്നത്തെ സഭയെയും സമൂഹത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വളർത്തണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.